നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി 400 സീറ്റ് നേടുമെന്ന വിശ്വാസം ഇപ്പോൾ ഉറപ്പിക്കുകയാണ് ബി.ജെ.പി നേതാവ് സുരേഷ് ഗോപി. നിർണായകമായ ചില പ്രതികരണങ്ങൾ അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ അദ്ദേഹം പുകഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ജനങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ രാജ്യത്തിൻ്റെ നന്മകളും നേട്ടങ്ങളുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ ഉണ്ടായതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ ഇടയിലേക്കാണ് വികസന സങ്കല്പ യാത്ര എന്ന പാഠപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഇതിൻ്റെ ഉറപ്പിലാണ് 400 സീറ്റ് നേടുമെന്ന് ബി.ജെ.പി വിശ്വാസം ഉറപ്പിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബി.ജെ.പി ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിക്കായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് ഗോപി. ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച ഹാള് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് നൽകുമ്പോഴാണ് യഥാർത്ഥ നന്മയുള്ള മാനവ ദർശനം സാധ്യമാവുകയുള്ളൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ ഇടയിലേക്കാണ് വികസന സങ്കല്പ യാത്ര എന്ന പാഠപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം മൊത്തം നടത്തുന്ന ഒരു യാത്രയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര. ഈ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഓരോ പഞ്ചായത്തുകൾ തോറും പര്യടനം നടത്തുകയാണ്. മാത്രമല്ല, വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളോട് ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിലേക്ക് അവബോധം വരുത്തുന്ന ഒരു പരിപാടിയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര. അതൊരു പാഠപുസ്തകം എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഈയിടയ്ക്കായിരുന്നു 5ാമത് വെൺപാലവട്ടത്തമ്മ ശ്രീ ചക്ര പുരസ്കാരത്തിന് സുരേഷ് ഗോപി അർഹനായത്. വെൺപാലവട്ടത്തമ്മ പുരസ്കാരം ഭാര്യ രാധികയ്ക്ക് സമർപ്പിക്കുകയാണെന്ന് സുരേഷ് ഗോപി മറുപടി പ്രസംഗത്തിൽ പറയുകയുണ്ടായി. നിരവധി അവാർഡുകൾ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്, പകുതിയും ഏറ്റുവാങ്ങാനായിട്ടില്ല. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കിട്ടിയ പുരസ്കാരങ്ങളിൽ 99% ഭാര്യയോ മകളോ ആണ് വാങ്ങിയിട്ടുള്ളത്. അതിന് കാരണം അവാർഡുകൾക്ക് വേണ്ടി ആവരുത് തൻ്റെ പ്രവർത്തനങ്ങളെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. ഈ പുരസ്കാരം വാങ്ങാനുള്ള അർഹതയും രാധികയ്ക്കാണ്. അവർ അത് വാങ്ങിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. ഹൃദയം കൊണ്ട് പുരസ്കാരം കൈമാറുകയാണ്. വരും തലമുറയെ പടുകുഴിയിൽ നിന്ന് കരകയറ്റാൻ ശ്രമിക്കുന്ന ഗവർണർ നിന്നും പുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞത് അഭിമാനമാണ് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേരളത്തിൻ്റെ രക്ഷാപഥം തീർക്കുന്നയാളാണ് ഗവർണർ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ക്ഷണം കിട്ടിയിട്ടും സുരേഷ് ഗോപിക്ക് അയോധ്യ രാമക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇത് വലിയ വാർത്തയായിരുന്നു. ഈ ചടങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നത്. ഇതിൽ പ്രധാനമന്ത്രിയായിരുന്നു പ്രധാന ക്ഷണിതാവ്. എന്നാൽ അന്ന് അയോധ്യയിൽ പോകാൻ സാധിക്കാത്തതിൻ്റെ കുറവ് നികത്തിയിരുന്നു സുരേഷ് ഗോപി. UAEയിൽ അഹ്ലാൻ മോദി എന്ന് പറഞ്ഞ് നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി എത്തിയിരുന്നു. ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.